നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ പ്രത്യേക ദിനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 23, 2026, ഇന്ത്യൻ സമയം രാവിലെ 5:15. എത്ര പേർ ഇന്ന് ഭാരങ്ങൾ ചുമക്കുകയാണ്? എത്ര പേർക്ക് തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം അനുഭവപ്പെടുന്നു? എത്ര പേർ തളർന്നിരിക്കുന്നു? എത്ര പേർ ഒറ്റയ്ക്ക് എല്ലാം നേരിടുകയാണ്? ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നിന്റെ ഭാരങ്ങൾ എന്റെ മേലിട്ട് കളക, ഞാൻ നിന്നെ താങ്ങും, നീ ഇനി ഒറ്റയ്ക്കല്ല. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിന്മേലിട്ട് കളക, അവൻ നിന്നെ താങ്ങും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം ചുമക്കണ്ട, ദൈവം നിങ്ങളുടെ ഭാരങ്ങൾ ചുമക്കാൻ തയ്യാറാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഭാരങ്ങളോടൊപ്പം എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. ഭാരങ്ങൾ ചുമക്കുന്ന ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഭാരങ്ങളോടെ, തളർച്ചയോടെ, ക്ഷീണത്തോടെ. ഞങ്ങൾക്കൊരുപാട് ഭാരങ്ങളുണ്ട്. സാമ്പത്തിക ഭാരങ്ങൾ, കടം, ബില്ലുകൾ, ആവശ്യങ്ങൾ, വൈകാരിക ഭാരങ്ങൾ, വേദന, ദുഃഖം, ഏകാന്തത, കുടുംബഭാരങ്ങൾ, പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ആരോഗ്യഭാരങ്ങൾ, രോഗം, വേദന, ബലഹീനത, മാനസിക ഭാരങ്ങൾ, ഉത്കണ്ഠ, ഭയം, ചിന്തകൾ. ഞങ്ങൾ തളർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് കൂടുതൽ ചുമക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന ദൈവമാണ്. ഇന്ന് ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവ ചുമക്കണമേ, ഞങ്ങളെ താങ്ങണമേ, ഞങ്ങൾക്ക് വിശ്രമം നൽകണമേ. ഇന്നീ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും അങ്ങയുടെ വിശ്രമം അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം ഭാരങ്ങൾ ചുമക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഭാരങ്ങൾ സ്വാഭാവികമാണ്. എല്ലാവർക്കും ഭാരങ്ങളുണ്ട്. എന്നാൽ നല്ല വാർത്ത, നമ്മുടെ ദൈവം ഭാരങ്ങൾ ചുമക്കുന്ന ദൈവമാണ്. സങ്കീർത്തനം 68:19. നമുക്കുവേണ്ടി ഭാരം വഹിക്കുന്ന കർത്താവ്, നമ്മുടെ രക്ഷയായ ദൈവം തന്നെ വാഴ്ത്തപ്പെട്ടവൻ. നമുക്ക് ഏതൊക്കെ ഭാരങ്ങൾ? സാമ്പത്തിക ഭാരങ്ങൾ. കടം കൊണ്ട് മുങ്ങിപ്പോകുകയാണോ? ബില്ലുകൾ അടയ്ക്കാൻ പണമില്ലേ? കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നികത്താൻ കഴിയുന്നില്ലേ? സാമ്പത്തിക ഭാരം വളരെ ഭാരമേറിയതാണ്. രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. എപ്പോഴും ചിന്തിക്കുന്നു, എങ്ങനെ നികത്തും? ഫിലിപ്യർ 4:19. എന്റെ ദൈവമോ മഹത്വത്തിൽ ക്രിസ്തുവേശുവിൽ തന്റെ ധനത്തിന്റെ പൂർണ്ണതയാൽ നിങ്ങളുടെ ആവശ്യമൊക്കെയും നിവർത്തിക്കും. വൈകാരിക ഭാരങ്ങൾ. വേദന, ദുഃഖം, ഏകാന്തത, നിരാശ, കുറ്റബോധം, ലജ്ജ. ഈ ഭാരങ്ങൾ കാണാനാവില്ല, എന്നാൽ വളരെ ഭാരമേറിയതാണ്. ഹൃദയം തകർന്നിരിക്കുന്നു. ആത്മാവ് മുറിവേറ്റിരിക്കുന്നു. എങ്ങനെ ജീവിക്കണമെന്നറിയില്ല. സങ്കീർത്തനം 34:18. കർത്താവ് മനസ്താപമുള്ളവർക്ക് സമീപസ്ഥൻ, മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കുടുംബഭാരങ്ങൾ. വിവാഹപ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, മാതാപിതാക്കളുടെ പരിചരണം, കുടുംബസംഘർഷങ്ങൾ. നിങ്ങൾ എല്ലാവരെയും നോക്കുകയാണ്. എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടേതാണ്. തളർന്നുപോകുന്നു. മത്തായി 11:28. അധ്വാനിച്ച് ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. ആരോഗ്യഭാരങ്ങൾ. രോഗം, വേദന, ബലഹീനത. ശരീരം സഹകരിക്കുന്നില്ല. ചികിത്സ ചെലവേറിയതാണ്. പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. നിങ്ങൾക്കോ നിങ്ങൾ സ്നേഹിക്കുന്ന ആർക്കെങ്കിലുമോ രോഗമുണ്ട്. ആ ഭാരം ഭയങ്കരമാണ്. 1 പത്രോസ് 5:7. അവൻ നിങ്ങളെക്കുറിച്ച് കരുതുന്നുവല്ലോ. മാനസിക ഭാരങ്ങൾ. ഉത്കണ്ഠ, ഭയം, ചിന്തകൾ, ഡിപ്രഷൻ. മനസ്സ് ശാന്തമല്ല. എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? എന്താണ് പരിഹാരം? ഈ ചോദ്യങ്ങൾ എപ്പോഴും മനസ്സിൽ. ഫിലിപ്യർ 4:6-7 വരെ. ഒന്നിനെയും ഭാവിച്ച് വിചാരപ്പെടാതെ സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടും കൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തിന് അറിയിപ്പിൻ. എന്നാൽ പരിജ്ഞാനത്തിന് അതീതമായ ദൈവത്തിന്റെ സമാധാനം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാത്തുകൊള്ളും. ആത്മീയ ഭാരങ്ങൾ. പാപബോധം, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കൽ, ആത്മീയ യുദ്ധം.
ഈ ഭാരങ്ങൾ ആരോടും പറയാൻ കഴിയില്ല. 1 യോഹന്നാൻ 1:9. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാനും സകല അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിപ്പാനും വിശ്വസ്തനും നീതിമാനുമാകുന്നു. യേശു നമ്മെ ക്ഷണിക്കുന്നു. മത്തായി 11:28-30. അധ്വാനിച്ച് ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. ഞാൻ ശാന്തനും മനസ്സിൽ താഴ്മയുള്ളവനുമാകയാൽ എന്റെ നുകം നിങ്ങളുടെ മേലെടുത്ത് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രമം കണ്ടെത്തും. എന്റെ നുകം പ്രയാസമില്ലാത്തതും എന്റെ ചുമട് ഭാരമില്ലാത്തതുമാകുന്നു. യേശു പറയുന്നു, എന്റെ അടുക്കൽ വരൂ എന്നാൽ ഒറ്റയ്ക്ക് സഹിക്കരുത്. ഞാൻ വിശ്രമം തരും എന്നാൽ ഞാൻ നിങ്ങളെ താങ്ങും. എന്റെ നുകം ഭാരമില്ലാത്തതാണ് എന്നാൽ എന്നോടൊപ്പം എല്ലാം എളുപ്പമാണ്. ബൈബിളിൽ ഭാരങ്ങൾ ദൈവത്തിന് കൊടുത്തവർ. ദാവീദ്, സങ്കീർത്തനക്കാരൻ. ദാവീദിന് ഒരുപാട് ഭാരങ്ങളുണ്ടായിരുന്നു. രാജാവായ ശൗൽ അവനെ കൊല്ലാൻ ശ്രമിച്ചു. മകൻ അബ്ശാലോം മത്സരിച്ചു, പാപം ചെയ്തു, പീഡനം അനുഭവിച്ചു. എന്നാൽ ദാവീദ് എന്താണ് ചെയ്തത്? സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിന്മേൽ ഇട്ടുകളക, അവൻ നിന്നെ താങ്ങും. ഹന്ന, വേദനയിൽ നിന്ന് സന്തോഷത്തിലേക്ക്. ഹന്നായ്ക്ക് കുഞ്ഞുങ്ങളില്ല. വർഷങ്ങളോളം വേദനിച്ചു, ഏകാന്തത അനുഭവിച്ചു. എതിരാളി അവളെ ശല്യപ്പെടുത്തി. 1 ശമൂവേൽ 1:15. ഞാൻ ദുഃഖിതയായ ഒരു സ്ത്രീയാകുന്നു. ഞാൻ എൻ്റെ മനസ്സ് യഹോവയുടെ മുൻപാകെ പകർന്നുകളഞ്ഞു. അവൾ ദൈവത്തിന് തൻ്റെ ഭാരം കൊടുത്തു. ദൈവം അവൾക്ക് ശമൂവേലിനെ നൽകി. പൗലോസ്, കഷ്ടപ്പാടുകളിൽ സന്തോഷം. പൗലോസിന് അനവധി കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. അടി, തടവ്, കപ്പൽ തകർച്ച, പട്ടിണി, വേദന. എന്നാൽ അദ്ദേഹം പറഞ്ഞു, 2 കൊരിന്ത്യർ 4:17, നമ്മുടെ ക്ലേശം ക്ഷണികവും ലഘുവുമായിട്ട് അത്യന്തം ശ്രേഷ്ഠമായ നിത്യമഹത്വം നമുക്ക് വരുത്തുന്നു. എന്നാൽ ആ ഭാരങ്ങൾ നിങ്ങളൊന്നും ചുമക്കരുത്. യേശുവിന് നൽകി വിശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ഭാരങ്ങളുണ്ട്. സാമ്പത്തികമായ ഭാരങ്ങൾ, കുടുംബമായ ഭാരങ്ങൾ, ആരോഗ്യപരമായ ഭാരങ്ങൾ, മാനസികമായ ഭാരങ്ങൾ, ആത്മീയ ഭാരങ്ങൾ. ഇവയൊക്കെ ചുമക്കണമേ. ഞങ്ങളെ താങ്ങണമേ. ഞങ്ങൾക്ക് വിശ്രമം നൽകണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും അങ്ങയുടെ വിശ്രമം അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എങ്ങനെ ഭാരങ്ങൾ ദൈവത്തിന് കൊടുക്കാം? നിങ്ങളുടെ ഭാരം അംഗീകരിക്കുക. എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു ഭാരമുണ്ട്, എനിക്ക് സഹായം വേണം. നിഷേധിക്കരുത്, മറയ്ക്കരുത്, അംഗീകരിക്കുക. ദൈവത്തോട് സത്യസന്ധമായി പറയുക. സങ്കീർത്തനം 62:8. ജനമേ, എല്ലായ്പ്പോഴും അവനിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പാകെ പകർന്നുകളവിൻ. ദൈവമേ, ഇതെന്റെ ഭാരമാണ്, എനിക്ക് ചുമക്കാൻ കഴിയുന്നില്ല, സഹായിക്കണമേ. വിശ്വാസത്തോടെ ഏൽപ്പിക്കുക. സങ്കീർത്തനം 37:5. നിന്റെ വഴി കർത്താവിനെ ഭരമേൽപ്പിക്കുക. അവനിൽ ആശ്രയിക്കുക, അവൻ നിവർത്തിക്കും. വെറും പറയുക മാത്രമല്ല, യഥാർത്ഥത്തിൽ വിട്ടുകൊടുക്കുക. വിശ്വസിക്കുക, ദൈവം കൈകാര്യം ചെയ്യും. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. സങ്കീർത്തനം 27:14. യഹോവയെ കാത്തിരിക്കുക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറപ്പിച്ചുകൊള്ളുക. യഹോവയെ കാത്തിരിക്കുക. ഉടനെ പരിഹാരം വരണമെന്നില്ല, എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നു. വീണ്ടും എടുക്കരുത്. ദൈവത്തിന് കൊടുത്തതിനു ശേഷം വീണ്ടും എടുക്കരുത്. വിശ്വാസത്തിൽ വിടുക. ദൈവം ചുമക്കട്ടെ. ദൈവം എങ്ങനെ നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്നു? അവൻ തന്നെ ചുമക്കുന്നു. സങ്കീർത്തനം 68:19. നമുക്കുവേണ്ടി ഭാരം വഹിക്കുന്ന കർത്താവ്. നമ്മൾ ചുമക്കുന്നില്ല, ദൈവം ചുമക്കുന്നു. അവൻ നമ്മെ താങ്ങുന്നു. സങ്കീർത്തനം 55:22. അവൻ നിന്നെ താങ്ങും. നമ്മൾ വീഴുന്നില്ല, ദൈവം പിടിച്ചിരിക്കുന്നു. അവൻ വിശ്രമം നൽകുന്നു. മത്തായി 11:28. ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. ക്ഷീണം മാറുന്നു, സമാധാനം വരുന്നു. അവൻ ശക്തി നൽകുന്നു. യെശയ്യാവ് 40:29. ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി കൊടുക്കുന്നു. ബലമില്ലാത്തവന് അവൻ ബലം വർദ്ധിപ്പിക്കുന്നു. അവൻ പരിഹാരം നൽകുന്നു. ദൈവം വെറും ഭാരം ചുമക്കുക മാത്രമല്ല, അവൻ പരിഹാരവും നൽകുന്നു. യിരെമ്യാവ് 33:3.
എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് അരുളി ചെയ്യും. നീ അറിയാത്ത വലിയതും അഗോചരവുമായുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. നമ്മൾ ഭാരങ്ങൾ സ്വയം ചുമക്കുന്നതെന്തുകൊണ്ട്? നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു, എനിക്കിത് തന്നെ ചെയ്യണം. എന്നാൽ ദൈവം പറയുന്നു, എന്നെ വിശ്വസിക്കുക. നമ്മൾ നിയന്ത്രണം വിടാൻ ഭയപ്പെടുന്നു. ഞാൻ വിട്ടുകൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? എന്നാൽ ദൈവം പറയുന്നു, ഞാൻ കൈകാര്യം ചെയ്യും. നമുക്ക് യോഗ്യരല്ലെന്ന് തോന്നുന്നു. ദൈവം എൻ്റെ ഭാരങ്ങൾക്ക് ശ്രദ്ധ നൽകുമോ? എന്നാൽ ദൈവം പറയുന്നു, 1 പത്രോസ് 5:7, നിങ്ങളുടെ ഭാവനയൊക്കെയും അവങ്കലിട്ടുകളവിൻ, അവൻ നിങ്ങളെക്കുറിച്ച് കരുതുന്നുവല്ലോ. നമുക്ക് ശീലമാണ് സ്വയം ചുമക്കുന്നത്. വർഷങ്ങളായി നമ്മൾ സ്വയം ചുമക്കുന്നു. ഇപ്പോൾ വിടാൻ പ്രയാസമാണ്. എന്നാൽ ദൈവം പറയുന്നു, പുതിയത് പഠിക്കുക, എന്നെ ആശ്രയിക്കുക. ഭാരങ്ങൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സമാധാനം വരുന്നു. യോഹന്നാൻ 14:27, സമാധാനം ഞാൻ നിങ്ങൾക്ക് വെച്ചേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. വിശ്രമം ലഭിക്കുന്നു. മത്തായി 11:28, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. ശക്തി പുതുക്കപ്പെടുന്നു. യെശയ്യാവ് 40:29, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെപ്പോലെ ചിറകുകൊണ്ട് കയറും. അവർ തളരാതെ ഓടും, ക്ഷീണിക്കാതെ നടക്കും. പ്രതീക്ഷ മടങ്ങിവരുന്നു. സങ്കീർത്തനം 42:11, എൻ്റെ ആത്മാവേ, നീ വിഷാദിക്കുന്നതെന്ത്? നീ എന്നിൽ ഇളകുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇന്നത്തെ പ്രവചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ ചുമക്കുന്ന ഭാരങ്ങൾ ഞാൻ കാണുന്നു. നീ തളർന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നീ വിചാരിക്കുന്നു, എനിക്കിനിയും ചുമക്കാൻ കഴിയില്ല, എനിക്ക് ശക്തിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ആരും മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ ഭാരങ്ങൾ എൻ്റെ മേലിടുക, ഞാൻ ചുമക്കും. നീ ഇനി ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ ഇനി സ്വയം ചുമക്കേണ്ടതില്ല, ഞാൻ ചുമക്കും. നീ ഇനി തളരേണ്ടതില്ല, ഞാൻ നിന്നെ താങ്ങും. ഇന്നു മുതൽ നിന്റെ സാമ്പത്തിക ഭാരങ്ങൾ ഞാൻ ചുമക്കുന്നു. നിന്റെ വൈകാരിക ഭാരങ്ങൾ ഞാൻ ചുമക്കുന്നു. നിന്റെ കുടുംബഭാരങ്ങൾ ഞാൻ ചുമക്കുന്നു. നിന്റെ ആരോഗ്യഭാരങ്ങൾ ഞാൻ ചുമക്കുന്നു. നിന്റെ മാനസിക ഭാരങ്ങൾ ഞാൻ ചുമക്കുന്നു. നീ ചെയ്യേണ്ടത്, എൻ്റെ അടുക്കൽ വരിക, ഒറ്റയ്ക്ക് സഹിക്കരുത്. വിശ്വസിച്ച് ഏൽപ്പിക്കുക, നിയന്ത്രണം വിട്ടുകൊടുക്കുക. എന്നിൽ വിശ്രമിക്കുക, സമാധാനം സ്വീകരിക്കുക. പ്രതീക്ഷയിൽ കാത്തിരിക്കുക, ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ നിനക്ക് നൽകും സമാധാനം നിന്റെ മനസ്സിന്, വിശ്രമം നിന്റെ ആത്മാവിന്, ശക്തി നിന്റെ ശരീരത്തിന്, പ്രതീക്ഷ നിന്റെ ഹൃദയത്തിന്, പരിഹാരം നിന്റെ പ്രശ്നങ്ങൾക്ക്. ഇത് എൻ്റെ വാഗ്ദാനമാണ്. ഇത് എൻ്റെ സ്നേഹമാണ്. ഇത് എൻ്റെ കരുതലാണ്. നീ വിശ്വസിക്കുന്നുവോ? നിന്റെ ഭാരങ്ങൾ ചുമക്കുന്ന നിന്റെ പിതാവ്. സങ്കീർത്തനം 55:22, നിന്റെ ഭാരം കർത്താവിന്മേൽ ഇട്ടുവളയ്ക്കുക, അവൻ നിന്നെ താങ്ങും. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ ഭാരങ്ങൾ പട്ടികപ്പെടുത്തുക, എഴുതുക. എന്തൊക്കെ ഭാരങ്ങൾ നിങ്ങൾ ചുമക്കുന്നു? ഓരോന്നും ദൈവത്തിന് കൊടുക്കുക. ദൈവമേ, ഈ ഭാരം അങ്ങേക്ക് കൊടുക്കുന്നു, അങ്ങ് ചുമക്കണമേ. വിശ്വാസത്തിൽ വിടുക, വീണ്ടും എടുക്കരുത്. വിശ്വസിക്കുക, ദൈവം കൈകാര്യം ചെയ്യും. യേശുവിൻ്റെ വിശ്രമം സ്വീകരിക്കുക. യേശുവേ, എൻ്റെ അടുക്കൽ വരൂ എന്നങ്ങ് പറഞ്ഞു, ഞാൻ വരുന്നു. എൻ്റെ വിശ്രമം ഞാൻ സ്വീകരിക്കുന്നു. ദിനം പ്രതി പ്രഖ്യാപിക്കുക, എൻ്റെ ഭാരങ്ങൾ ദൈവം ചുമക്കുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എന്നോടൊപ്പമുണ്ട്. മറ്റുള്ളവരുടെ ഭാരങ്ങൾ പങ്കിടുക. ഗലാത്യർ 6:2, അന്യോന്യം ഭാരം ചുമപ്പീൻ, അങ്ങനെ ക്രിസ്തുവിന്റെ പ്രമാണം നിവർത്തിപ്പീൻ. മറ്റുള്ളവരുടെ ഭാരങ്ങൾക്കായി പ്രാർത്ഥിക്കുക, അവരെ പിന്തുണയ്ക്കുക. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും: ഭാരങ്ങൾ ചുമക്കുന്ന ദൈവമേ, വിശ്രമം നൽകുന്ന പിതാവേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭാരങ്ങൾ ചുമക്കുന്നവർക്ക് അവരുടെ ഭാരങ്ങൾ അങ്ങ് ചുമക്കണമേ. അവരെ താങ്ങണമേ. അവർക്ക് വിശ്രമം നൽകണമേ. തളർന്നിരിക്കുന്നവർക്ക് അവർക്ക് പുതിയ ശക്തി നൽകണമേ. അവരെ പുതുക്കണമേ. അവർക്ക് പ്രതീക്ഷ നൽകണമേ.
ഒറ്റയ്ക്ക് സഹിക്കുന്നവർക്ക് അവരൊറ്റയ്ക്കല്ലെന്നറിയട്ടെ, അങ്ങ് അവരോടൊപ്പമുണ്ടെന്നനുഭവിക്കട്ടെ, അവർക്ക് അങ്ങയുടെ സാന്നിധ്യം അറിയട്ടെ. ഇന്നുമുതൽ എല്ലാവരും അവരുടെ ഭാരങ്ങൾ അങ്ങേക്ക് ഏൽപ്പിക്കട്ടെ. അങ്ങ് ചുമക്കട്ടെ, അങ്ങ് താങ്ങട്ടെ, അങ്ങ് വിശ്രമം നൽകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിശ്രമം നൽകുന്ന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അവസാന അനുഗ്രഹവാക്യങ്ങൾ. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിന്മേൽ ഇട്ടുകളക, അവൻ നിന്നെ താങ്ങും. മത്തായി 11:28. അധ്വാനിച്ചു ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. 1 പത്രോസ് 5:7. നിങ്ങളുടെ ഭാവനയൊക്കെയും അവങ്കലിട്ട് കളവീൻ, അവൻ നിങ്ങളെക്കുറിച്ച് കരുതുന്നുവല്ലോ. അവസാന സന്ദേശം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കൂ, ദൈവം നിങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് സഹിക്കേണ്ടതില്ല, നിങ്ങൾ സ്വയം ചുമക്കേണ്ടതില്ല. യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. ഇന്ന് നിങ്ങളുടെ ഭാരങ്ങൾ ദൈവത്തിന് കൊടുക്കുക. അവൻ ചുമക്കും, അവൻ താങ്ങും, അവൻ വിശ്രമം നൽകും. ദൈവം നിങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്നു. ഇനി ഒറ്റയ്ക്കല്ല. നാളെ വീണ്ടും കാണാം മറ്റൊരു അനുഗ്രഹത്തോടെ. അതുവരെ വിശ്രമിക്കൂ, സമാധാനത്തോടെ ഇരിക്കൂ. ദൈവം നിങ്ങളെ താങ്ങുന്നു. നിങ്ങളുടെ ഭാരങ്ങൾ ദൈവം ചുമക്കുന്നു.